ജെമിനായി, ഈ മാസം ഞാൻ കാണുന്നത് നിങ്ങളുടെ മെയ് മാസത്തിൽ ചില കാര്യങ്ങളൊക്കെ ക്ലിയർ ആവാൻ തുടങ്ങും. ചില കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ മെയ് മാസത്തിൽ ക്ലാരിറ്റി വരുന്നുണ്ട്. നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് പോവാം. എന്താണ് അവിടെ മെസ്സേജസ് എന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ നോക്കാം. അപ്പോൾ ജെമിനായി, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സൺ, മൂൺ, അസെൻഡൻറ്റ് സൈൻസ്, നക്ഷത്രം സൈൻസിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. അപ്പം ഞാനിവിടെ കാണുന്നത് ജെമിനായി, കിങ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി മെയ് മാസത്തിൻ്റെ. അപ്പോൾ ഇവിടെ കിങ് ഓഫ് കപ്സ് ഉണ്ട്. കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇത് ഒരു ഇമോഷണലി ബാലൻസ് ഉള്ള എനർജിയാണ്. ഇത് ലവിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ മാസം ഡെഫിനറ്റ്ലി ഇമോഷൻസ് ആണ് ഞാൻ കാണുന്നത്. കുറേ നിങ്ങളുടെ എനർജിയിൽ ഇമോഷണൽ എനർജിയാണ് കാണുന്നത്. ലവേഴ്സ് എനർജി ഉണ്ട്. ഇത് ജെമിനായിയുടെ എനർജിയാണ്. അപ്പോൾ എന്തോ ഒരു റൊമാൻറ്റിക് മെസ്സേജാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ മെയ് മാസത്തിൽ നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാവും റിലേഷൻഷിപ്പിൽ. എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചാൽ വേറെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അതാണ് ഞാൻ ഒരു ട്വിസ്റ്റ് കാണുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെയ് മാസത്തിൽ. അപ്പം നമ്മൾക്ക് ബാക്കിയുള്ള കാർഡ്സ് നോക്കാം, എന്താണെന്ന് ഇത് മനസ്സിലാക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും കൂടുതൽ ഡീറ്റെയിൽ ഒരു പേഴ്സണൽ സിറ്റുവേഷന് നിങ്ങൾക്ക് കൂടുതൽ അറിയണം വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുക. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ എന്തോ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു വരണ എനർജിയാണ്. ഓക്കെ, അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഒരു പേഴ്സണെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ കുറേ റൊമാൻറ്റിക് ഫ്ലേർട്ടിങ് എനർജി കാണാണ്ട്. ഓക്കെ, അതല്ലാണ്ട് ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്ന സിറ്റുവേഷൻ എന്താ വെച്ചാൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അതല്ല വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരണേ അവർ മാരീഡ് ആവാം. ഓക്കെ, അപ്പോൾ എന്തോ ഇവിടെ ഒരു മാരേജിൻ്റെ എനർജി കാണാണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾ രണ്ടാളും മാരീഡ് അല്ല വെച്ചാൽ നിങ്ങൾ എവിടെയോ മുമ്പേ കണക്റ്റഡ് ആയിരുന്നു. നിങ്ങൾ മുമ്പേ ഫ്രണ്ട്സ് ആയിരുന്നു, അതല്ല വെച്ചാൽ നിങ്ങളുടെ മുമ്പേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ നിങ്ങൾ റീകണക്ട് ചെയ്തു ഈ പേഴ്സൻ്റെ കൂടെ. ഇപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട്, ഒരു പുതിയ ബിഗിനിങ്. ഓക്കെ, ഒരു സ്റ്റേബിൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടായിരിക്കും ഇത് തുടങ്ങുന്നുണ്ടാവുക. ഓക്കെ, പാസ്റ്റിൽ നിങ്ങൾ മീറ്റ് ചെയ്തു, പക്ഷേ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ തുടങ്ങിയിട്ട് ഞാൻ കാണുന്നത് ഇവിടെ എവിടെയോ ഇത് സീരിയസ് റിലേഷൻഷിപ്പിലേക്കും പോകണു. പക്ഷേ ഇവിടെ ഒരു പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണ്, അതല്ല വെച്ചാൽ അവരുടെ വേറെ ഒരു പാർട്ട്ണർ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ലവേഴ്സ് കിട്ടിയാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കണം, ഒരു തീരുമാനം എടുക്കണം. രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ടാവാം, ആൻഡ് മറ്റേ പേഴ്സൺ ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ എനർജി ഞാൻ കാണുന്നുണ്ട്. ഫ്യൂച്ചറിലും അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ വേണമെച്ചാൽ ഈ പേഴ്സണിനെ, ഈ പാസ്റ്റ് പേഴ്സണിനെ നിങ്ങളുടെ ജോലിയുടെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവുക. 3 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇവിടെ 3 ആൾക്കാർ കാണാണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. പക്ഷേ അതിൻ്റെ കാരണം നിങ്ങൾക്ക് കുറച്ചൊരു ഡിസപ്പോയിൻമെൻറ്റ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു കുറ്റബോധം ഉണ്ടാവും, അതല്ല വെച്ചാൽ ഒരു ഫീലിംഗ് ഉണ്ടാവും ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആരും ഉണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ആ ഫീലിംഗ് ഉണ്ടാവും അത് ഈ പേഴ്സൺ എന്നെ യൂസ് ചെയ്യാണെന്ന്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾ തിരിച്ച് റീകണക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എവിടെയോ ഇവിടെ നിങ്ങൾ ഹാപ്പിയുമല്ല. എന്താ വെച്ചാൽ ഇവിടെ 3 ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ 3 ആൾക്കാർ നിങ്ങളുടെ ഭാഗത്തു നിന്നാണോ അവരുടെ ഭാഗത്തു നിന്നാണോ അത് എല്ലാവർക്കും വേറെ മാതിരി ആയിരിക്കും. ചിലവർക്ക് ഇത് നിങ്ങളുടെ ലൈഫിലായിരിക്കും 3 ആൾക്കാർ, ചിലവർക്ക് നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൻ്റെ ലൈഫിൽ വേറെ പേഴ്സൺ ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഞാൻ കാണുന്നത് 7 ഓഫ് കപ്സ്, കൺഫ്യൂഷൻ, ടെംപ്റ്റേഷൻ,
ഓക്കെ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, കുറേ ടെംപ്ടേഷൻ ഉണ്ട്, ക്ലിയർ അല്ല. ഓക്കെ, അപ്പോൾ ക്വീൻ ഓഫ് സോഡ്സ് ഒരു ക്ലാരിറ്റിയുടെ എനർജിയാണ്. യൂഷ്വലി നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു ക്ലാരിറ്റി ഉണ്ടാവാറുണ്ട്, പക്ഷെ ഈ കാര്യത്തിൽ മാത്രം നിങ്ങൾ ഷുവർ അല്ല എന്താ വേണ്ടതെന്ന്. അതുമാത്രമല്ല നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഡ്വൈസ് ഇവിടെ എന്താ വന്നിരിക്കണേ? അപ്പോൾ അഡ്വൈസിൽ ഞാൻ കാണുന്നത് യൂണിവേഴ്സ് പറയണേ നിങ്ങൾ ജഗിളാണ് ചെയ്യണത്. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാണ്ട്, പക്ഷെ ആ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. കുറച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിലും വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ ആ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇൻവോൾവ് ആയേ. നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് വെച്ചാൽ നിങ്ങൾക്ക് അറിയും എന്താ തീരുമാനം എടുക്കേണ്ടതെന്ന്, എന്താ വേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൻ്റെ മെമ്മറീസിന് നിങ്ങൾക്ക് പുറത്ത് വരാൻ പറ്റില്ല. നിങ്ങൾ ഹെൽപ്ലെസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കാണ് പവർ ഉള്ളത്. നിങ്ങൾ വേണച്ചാൽ ഈ ഡിസിഷൻ എടുത്ത് ക്ലിയർ ആക്കാം. അത് എനിക്കിത് ശരിയാവില്ല, എനിക്കിത് പറ്റില്ല. ഓക്കെ, എന്താ വെച്ചാൽ ഞാൻ കാണുന്നത് എവിടെയോ ഇവിടെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വന്നു, അത് ശരിയാണ്. പക്ഷെ എവിടെയോ ഈ സിറ്റുവേഷനിൽ ഒരു ബാലൻസ് ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി അല്ല. സർപ്രൈസ് ഫാക്ടറിൽ ഞാൻ കാണുന്നത് ഇവിടെ സ്ട്രെങ്ത് ആണ്. അപ്പോൾ എവിടെയോ മെയ് മാസത്തിൽ നിങ്ങൾക്ക് ആ ക്ലാരിറ്റി വരും. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. എന്തോ നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത മാതിരി ഒരു ഫീലിംഗ് ഉണ്ട്, പക്ഷെ ആ ക്ലാരിറ്റി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും. കുറച്ച് സമയമെടുക്കും ഈ ക്ലാരിറ്റി വരാൻ. ഈ ഒരു ധൈര്യമില്ലാത്ത മാതിരി, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനുള്ള ധൈര്യമില്ല, ആ സ്ട്രെങ്ത്തും നിങ്ങൾക്ക് വരും. എന്തോ ഒരു ബ്രേക്ക് ത്രൂ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഫൈനലി മനസ്സിലാവും നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന്, എന്താ തീരുമാനം എടുക്കണ്ടേന്ന്. ഔട്ട്കമ്മിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് വാൻസ് ആണ്, ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുന്ന എനർജി. അതിൻ്റെ കാരണം ഇവിടെ നിങ്ങൾ കുറേ കൺഫ്യൂസ്ഡ് ആണ്, എന്താ വേണ്ടതെന്ന് അറിയില്ല. ഈ പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റില്ല, മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ കറണ്ട് പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറേ ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ്. ഒരു ബിട്രയലിൻ്റെ എനർജിയും ഉണ്ട്. 10 of Swords ഒരു എൻഡിങ്ങിൻ്റെ എനർജി കാണാണ്ട്, പക്ഷെ ഒരു പുതിയ തുടക്കവും വരുന്നുണ്ട്. അപ്പോൾ എവിടെയോ ഞാൻ കാണുന്നത് നിങ്ങൾക്കാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകേണ്ടതെന്ന്. ഈ കോംപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് വേണമെച്ചാൽ അവോയ്ഡ് ചെയ്യാം. ആ തീരുമാനം പക്ഷെ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ് വന്നിരിക്കണേ മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. അപ്പോൾ കുറച്ച് മെഡിറ്റേഷൻ ട്രൈ ചെയ്യുക. നിങ്ങൾ ആക്ച്വലി കുറേ ആങ്സൈറ്റി ഉണ്ട്, കുറേ സ്ട്രെസ് ഉണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ ഡെഫിനറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ആ ക്ലാരിറ്റി വരുന്നതും മെഡിറ്റേഷൻ്റെ ത്രൂ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ സൈൻസ് കാണുന്നത് കുറേ വാട്ടർ സൈൻസ് ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ആൻഡ് ഫയർ സൈൻസും ഉണ്ട്. അക്വേറിയസ്, ലീബ്ര, ജെമിനൈയും ഉണ്ട്. ടോറസ് അല്ല ഏരീസ്, ലിയോ, സാജിറ്റേറിയസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് വെച്ചാൽ, നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വേണം വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.